പാർക്കണമേ. ദൈവാത്മാവിൻ വരങ്ങളാലെ പൂരിതനാക്കണമേ. സകലേശാനിൻ വത്സലസുതനെ തൃക്കൺ പാർക്കണമേ. ദൈവാത്മാവിൻ വരങ്ങളാലെ പൂരിതനാക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജോർജ് ബ്രദറിനെ സസ്നേഹം ഡിവൈൻ മേഴ്സിപ്പറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കേൾക്കാമോ? കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മത്തായി 4:4, ലൂക്ക 4:4, യോഹന്നാൻ 4:34. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്താലുമാണ് ജീവിക്കുന്നത്. മനുഷ്യനിൽ എന്ത് തരം ആത്മാവാണ് നിലനിൽക്കുന്നത് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. മനുഷ്യനിൽ പലതരത്തിലുള്ള ആത്മാവുണ്ട്. ഇതൊരു നിസ്സാര കാര്യമല്ല. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 47-ാമത്തെ വാക്യം പറയുന്നു, എന്തെന്നാൽ ഇതൊരു നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. സുവിശേഷം നമ്മളുടെ ജീവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നമ്മളുടെ ഹൃദയങ്ങൾ തുറക്കണമെങ്കിൽ അവൻ തുറന്നു തരണം. പരിശുദ്ധാത്മാവ് തുറന്നു തരുന്നാൽ മാത്രമേ നമുക്ക് ഈ വചനം ശ്രവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സു തുറന്നു എന്നാണ് ലൂക്കയുടെ സുവിശേഷത്തിൽ കൃത്യമായി പറയുന്നത്. അപ്പൊ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ജീവിക്കുന്നതിനും ആത്മാവിനാൽ നിറഞ്ഞ് അനുദിനം വേണ്ടതായ ശക്തി ലഭിക്കുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളൂ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ ആത്മാവിനാൽ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ആത്മാവിനാലാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മിക്കായുടെ പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവഭക്തരായവർ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. അവരെല്ലാവരും രക്തത്തിന് വേണ്ടി പതിയിരിക്കുന്നു. ഓരോരുത്തരും സ്വസഹോദരനെ കൊടുക്കാൻ വലപിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കാൻ അവർ ഉത്സാഹം കൈനീട്ടുന്നു. രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു. കർത്താവായ ഈശോ പറയുന്നു, മനുഷ്യരിൽ സത്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവഭക്തർ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം ദൈവഭക്തർ എവിടെ കുറയുന്നുവോ അവിടെ അതിക്രമങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നാട്ടിലായാലും വീട്ടിലായാലും സഭയിലായാലും ലോകരാഷ്ട്രങ്ങളിൽ എല്ലാം ഇത് സംഭവിക്കും. ദൈവഭയമുള്ളവൻ ഉണ്ടായാൽ മാത്രമേ ആ രാഷ്ട്രം രക്ഷപ്പെടുകയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമേരിക്ക. ട്രംപ് വന്നതിന് ശേഷം അവിടെ പറയുന്നു 2 ലിംഗം മാത്രം മതി, മെയിൽ ആൻഡ് ഫീമെയിൽ. ഞാൻ പുരുഷനെയും സ്ത്രീയെയും മാത്രമേ മാനിക്കുന്നുള്ളൂ. ദൈവം സൃഷ്ടിച്ചത് പുരുഷനെയും സ്ത്രീയുമാണ്. ഈ സ്ത്രീയെയും പുരുഷനെയും മാനിക്കുന്ന ഒരു ദൈവത്തെ കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ ലോകത്ത് എവിടെ ജീവിക്കണമെങ്കിലും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ അമേരിക്ക പറഞ്ഞു എന്ന് മാത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. അതാണ് നമ്മള് ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നു, വിവേകത്തോട് സംസാരിക്കാനും ദൈവദാനങ്ങൾക്ക് ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, വിവേകത്തോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മൾക്ക് സ്വയമേവ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് അയച്ചില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും?
ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തില് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 1 പറയുന്നു, ഞാൻ പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു, ജ്ഞാനത്താൽ അങ്ങ് മനുഷ്യന് രൂപം നൽകി, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അങ്ങ് സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. ജ്ഞാനം നമ്മൾ ഉദ്ദേശിച്ചാൽ കിട്ടുന്നതല്ല. ഇത് എഫേസ്യർ 2:8 പറയുന്നു, വിശ്വാസം മൂലം കൃപയാലാണ് നീ രക്ഷിക്കപ്പെട്ടത്, അത് നീ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്, അതിലാരും അഹങ്കരിക്കേണ്ടതില്ല. ഇത് ദൈവത്തിന്റെ ദാനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് ദാനമായി തന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ട്, എന്നിലും നിന്നിലും എല്ലാവരിലും ഉണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചാൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ 12-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ലൂക്ക 12:10 പറയുന്നു, മനുഷ്യപുത്രനെതിരായ എല്ലാ ദൂഷണം ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിന് എതിരായ ദൂഷണം ഈ ലോകത്തിലും പരലോകത്തിലും നിനക്ക് ക്ഷമിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാണ് കരിസ്മാറ്റിക് കൂട്ടായ്മയിലെ നിങ്ങളും ഞാനും വിശ്വാസിയായ ക്രിസ്തു മാർഗം സ്വീകരിക്കുന്ന ഏതൊരുവനും ആദ്യമേ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ, എനിക്ക് ശക്തി തരണമേ, അനുദിനം വേണ്ടതായ ശക്തി നീ എനിക്ക് തരണമേ എന്ന്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് നൽകി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ജ്ഞാനത്തിന് വിളിക്കണം. ജ്ഞാനം നിനക്ക് സമൃദ്ധമായി തരാൻ ദൈവം തയ്യാറാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അനുദിനം നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. നമ്മളെ എന്തിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് നമ്മൾ അറിഞ്ഞു. ഈ കാര്യങ്ങൾ അറിയാനും ഋതുഭേദങ്ങളെയും കാലങ്ങളെയും ഒക്കെ വിവേചിച്ചറിയാൻ ആത്മാവിന് സാധിക്കുമെന്നാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായം പറയുന്നത്. വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം, മൊഴികളുടെ വ്യാഖ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം, അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു, കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം. ഈ അവൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്ന് തിരിച്ചറിയണം. ഈ ഉള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചാൽ, എഫെസ്യർ 4:30, നീ രക്ഷയുടെ ദിനത്തിനായി നിന്നെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇതിന്റെ ഉദാഹരണം പറയാം. കാരണം പരിശുദ്ധാത്മാവ് സാധാരണ നമ്മൾ കിളികളൊക്കെ മരത്തിന്റെ മുകളില് മുട്ടയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാക്ക മുട്ടയിടും, കുയിൽ മുട്ടയിടും, പാമ്പിന്റെ കൂട്ടില് പാമ്പ് മുട്ടയിടും, അതുപോലെ കോഴി എന്തു തന്നെയായാലും മുട്ടയിടും. അതേസമയം നമ്മൾ ഈ മുട്ടയെടുക്കാൻ മനുഷ്യരായി നമ്മൾ ചെന്നാൽ നമ്മളെ എല്ലാ ജീവികളും നമ്മളെ ഉപദ്രവിക്കാൻ വരും. നമ്മൾ ഒരു പ്രാവിനെ ശ്രദ്ധിച്ചോ? ഒരു പ്രാവിന്റെ വീട്ടില്, പ്രാവിന്റെ കൂട്ടില് പ്രാവ് മുട്ടയിട്ടിരുന്നാൽ ആ പ്രാവ്, നമ്മൾ മുട്ടയെടുക്കാൻ ചെന്നാൽ പ്രാവ് ആ കൂട്ടിൽ നിന്ന് പോയി അടുത്ത കൊമ്പിലിരുന്നിട്ട് എന്താണ് ഈ വന്നിരുന്നവൻ ചെയ്യതെന്ന് ശ്രദ്ധിക്കും. ഒരിക്കലും പ്രാവ് നമ്മളെ ഉപദ്രവിക്കുകയില്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറിപ്പോവും. അതാണ് ദാവീദൊക്കെ പ്രാർത്ഥിച്ചത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അനുദിനം വേണ്ടതായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് തരണമേ എന്നൊക്കെയാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. നമ്മൾ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാനല്ല ഞാൻ പറയുന്നത്. കർത്താവ് നമുക്ക് തന്നു, ഞാൻ നിനക്കൊരു സഹായകൻ അയച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ആ സഹായകൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് അവൻ ബോധ്യപ്പെടുത്തി തരും. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാണ് നമ്മൾ അനുദിനം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ
വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും. അത് നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം, അത് ജ്ഞാനത്തിന്റെ മഹത്വം എന്നാണ് അതിൽ പറയുന്നത്. സകലം രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽക്കാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും. വളരെ നമ്മൾ അർത്ഥവത്തായ വാക്കുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് വിമുക്തവും സർവശക്തിയും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യമുള്ളതും സൂക്ഷ്മതയുള്ളതും ചേതനകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. അത് എല്ലാ ചലനങ്ങളെക്കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തന്റെ നിർമ്മലതയാൽ എല്ലാറ്റിലെയും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. ഇനി അടുത്ത് പറയണ് മലിനമായ 25-ാം വാക്യം പറയണ്, മലിനമായ ഒന്നും അവളിൽ പ്രവേശിക്കുകയില്ല. അവൾ ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പിതാവ് ഒരു വ്യക്തിയാണ്. പുത്രൻ ഒരു വ്യക്തിയാണ്. ഇവർ 3 പേരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാപുത്ര പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. നമ്മൾ തിരിച്ചറിയണം. യേശുവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനും നിങ്ങളും ഞാൻ നിങ്ങളെ മാത്രമല്ല, ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒന്നുമല്ല. അതാണ് സങ്കീർത്തന പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായം പറയുന്നു. മനുഷ്യനെ സൃഷ്ടിയിലെ ഏറ്റവും മകുടമായ സ്ഥാനം തന്നിരിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്. അവന് ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. നമ്മള് ദൈവദൂതന്മാരെ അല്പം താഴെയാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മളെയൊക്കെ ധാരണ നമ്മളെ എല്ലാം അറിവുള്ളവരാണെന്നാണ്. ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യന് എല്ലാ അധികാരങ്ങളും നൽകി. എന്നാൽ മനുഷ്യൻ ഇത് അറിയുന്നില്ല. നമുക്കൊക്കെ അറിവുണ്ടെന്നുള്ളൊരു ധാരണ. ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം ഇത് കൃത്യമായിട്ട് പറയുന്നത്, അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. പരിശുദ്ധാത്മാവുള്ളവന് പാപം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കൃത്യമായിട്ട് ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അതിന്റെ തൊട്ട് പറയാണ്, അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. അപ്പൊ നമ്മൾ അമർത്യതയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ നമുക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ക്രിസ്ത്യാനി മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. അത് അറിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ വാക്യം അതിൽ കൃത്യമായിട്ട് പറയുന്നു, ജീവന്റെയും മരണത്തിന്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടെ നിന്നാണ്. കർത്താവ് നമ്മള് പാതാളത്തിലേക്ക് പോയാൽ അവിടുന്ന് തിരിച്ചു വിളിക്കാൻ കഴിവുള്ളവനാണ്. നമ്മള് അറിയണം. നമ്മൾക്ക് അറിവില്ല. അതാണ് മാർക്കോസ് 12:24 പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. നമുക്ക് എവിടെയാ തെറ്റുപറ്റണേ? നമുക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ ആ തെറ്റ് എവിടെയാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മള് വിവേചിച്ചറിയണം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിന്റെ ഉറവിടം അറിയണം. നമ്മളെ ജീവിതത്തിന്റെ ഉറവിടം എന്താണ്? അതാണ് 1 കൊറിന്തോസ് 1:18 പറയുന്നത്. രക്ഷയിലൂടെ
ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് അത് ഭോഷത്വമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് അത് ഭോഷത്വമാണ്. അത് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. ഈ ശക്തി നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നുവോ ആ ശക്തി തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കാനും അവന്റെ കൂടെ വസിക്കാനും സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഒരു 50 ദിവസം നമുക്ക് കർത്താവ് നോമ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്നത്. ഈ നോമ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നത് ഭക്ഷണം ഉപേക്ഷിക്കാനും ശരീരം ക്ഷീണിപ്പിക്കാനും ഒന്നുമല്ല. അത് കൃത്യമായിട്ട് തിരിച്ചറിയണം. ഉപവാസം എന്തിനാണ്? കൂടെ വസിക്കണം. ആര് കൂടെ വസിക്കണം? ദൈവം കൂടെ വസിക്കണം. അപ്പൊ ഉപവാസ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം എന്ന് പറഞ്ഞാൽ നമ്മളിൽ അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, പരദൂഷണം, കുറ്റം പറയല്, മറ്റുള്ളവരെ വിധിക്കല്, സഭയെ വിധിക്കല്, വൈദികരെ വിധിക്കല്, കന്യാസ്ത്രീകളെ വിധിക്കല്, അഭിഷിക്തരെ വിധിക്കല്, സകല മനുഷ്യരെയും കരിസ്മാറ്റിക്കാരനാണോ അവൻ സകലരെയും ദൈവിക ജ്ഞാനങ്ങൾ കൊണ്ട് അളക്കും. അവൻ ഒരു സ്കെയില് വെച്ച് അളക്കും. എല്ലാവരും സ്കെയില് വെച്ചിട്ട് അളക്കും. ഈ അളക്കൽ ആദ്യം നമ്മൾ നിർത്തണം. നമ്മൾ അളക്കൽ നിർത്തിയ നമ്മൾ നന്നാവും. ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റിയിട്ട് അവരന്റെ കണ്ണിലെ കരട് എടുത്ത് നോക്കാൻ നമ്മൾ പോയാൽ മതി. മറ്റുള്ളവരുടെ കുറ്റം കാണാതെ എന്റെ പിഴ, എന്റെ വലിയ പിഴ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തോട് കൂടെ നിൽക്കാൻ സാധിക്കുള്ളൂ. കൂടുതൽ പറയാൻ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. എന്നാലും ഞാൻ പറയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ഈ കുരിശിൽ മരിച്ച യേശുവിന്റെ അഭിഷേകം നമ്മളെ ഒരു കാര്യവും നമ്മളെ മറക്കില്ല. ദൈവം നമ്മളെ അഭിഷിക്തന്റെ നമുക്ക് 3 അഭിഷേകം ഉണ്ടെന്ന് തിരിച്ചറിയണം. നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഈ 3 അഭിഷേകം നമ്മളിൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്നിട്ടാണ് നമ്മൾ പാപം, ശാപം, ബന്ധനം എന്ന് പറഞ്ഞ് നടക്കണ. ഈ പാപം, ശാപം, ബന്ധനമൊക്കെ യേശു കുരിശില് നീക്കിക്കളഞ്ഞു എന്ന് തിരിച്ചറിവുണ്ടോ? ആ അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. അത് നമ്മളെ ചൂഷണം ചെയ്യാൻ കുറെ ആൾക്കാര് എന്താ പറയാ, ഞാനത് പറയണില്ല, കുറെ പേര് കൗൺസിലിങ് അത് ഇതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ദിവസവും വീട്ടില് വചനം വായിച്ച് ജപമാല ചൊല്ലി അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് അവിടെ അതിൽ പരം ഒരു അഭിഷേകത്തിന്റെ ആവശ്യമില്ല. 1 യോഹന്നാൻ 2:27 വരെ എല്ലാ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം, നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറയാണ്, എനിക്കും അറിയാൻ വേണ്ടി പറയാണെന്ന്. 1 കൊരിന്ത്യർ 1:30 നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടെ നിന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശദീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. എന്താണ് ഈ പരിത്രാണം? വീണ്ടെടുപ്പ് എവിടെ കിട്ടി? കാൽവരിയിൽ കിട്ടി. ഈ കാൽവരിയിൽ കിട്ടിയ ഈ പരിത്രാണത്തിന്റെ അഭിഷേകം നമ്മളിലുണ്ടോ? നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് തിരിച്ചറിയേണ്ടതെന്ന്? യേശുവിന്റെ മരണത്തില് ഒരു 7 കാര്യം നടന്നു. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ കുഴപ്പം. നമുക്ക് അറിയാത്തത് കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് യഥാർത്ഥത്തിൽ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. യേശുവിന്റെ മരണത്തിൽ 7 കാര്യങ്ങൾ സംഭവിച്ചു. 1, ശ്രദ്ധിക്കണം, ദേവാലയത്തിലെ തിരുശീല മുകളറ്റം മുതൽ താഴറ്റം വരെ കീറിപ്പോയി. വലിച്ചു കീറിയതല്ല, അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവും മറനീക്കിയതാ. 2, ഭൂമി കുലുങ്ങി. ഭൂമിയെ സൃഷ്ടിച്ചത് ഈ പുത്രന്റെ പിതാവാ. അതാണ് നമുക്ക് അറിവില്ലാത്തത്. ഈ ഭൂമി സൃഷ്ടിച്ചത് ഈ പുത്രന്റെ പിതാവാ. അതാണ് പുത്രൻ പറഞ്ഞത് ഞാനും പിതാവും ഒന്നാണെന്ന്. നമുക്ക് ഈ തിരിച്ചറിവുണ്ടോ? 3, പാറകൾ പിളർന്നു. പാറ സൃഷ്ടിച്ചതാരാ? ദൈവമാണ് പാറ സൃഷ്ടിച്ച. ഈ പാറമേലടിക്ക് നിനക്ക് വെള്ളം തരാന്ന് പറഞ്ഞ പാറ ക്രിസ്തുവാകുന്ന പാറ. 4, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. ശവകുടീരം തുറക്കപ്പെട്ടു. 5, ശരീരം ഉയർപ്പിക്കപ്പെട്ടു. 6, സൂര്യനിരുണ്ടു. നമ്മളാരെങ്കിലും ചത്തിട്ട്, നമ്മുടെ പിതാക്കന്മാര് ചത്തിട്ട് സൂര്യന് ഇരുണ്ടിട്ടുണ്ടാ? ഭൂമി
ഇരുട്ടിൽ പോയി എന്നാ പറയണേ. ഭൂമി സൂര്യൻ ഇരുണ്ടപ്പോ എന്തുണ്ടായി? ഭൂമിയിൽ ഏഴാമത്തെ കാര്യം, ഭൂമി ഇരുട്ടിലേക്ക് പോയി. അവിടെ കുലുങ്ങാതെ നിന്ന രണ്ടുപേര്, പരിശുദ്ധ അമ്മയും യോഹന്നാനും. പരിശുദ്ധ ഭൂമി കഴിഞ്ഞ് പാറ പിളർന്നു, പ്രേതാലയം തുറക്കപ്പെട്ടു, സഭയുടെ പോയാ അവിടെ ഒരു കാര്യം കൂടി സംഭവിച്ചു. പരിശുദ്ധ അമ്മ കുലുങ്ങിയില്ല. അമ്മക്ക് പല കുലുക്കുണ്ടാവും, പക്ഷെ അമ്മ കുലുങ്ങിയില്ല. അതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തില് 10:19 നമുക്ക് മനോധൈര്യമുണ്ട്. തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ പ്രവേശിക്കാൻ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഈ പാതയുടെ പേരാണ് ഇപ്പോൾ നമ്മളുടെ അനുദിന ദിവ്യബലിയിൽ കാണുന്ന സംഭവം. സമാഗമ കൂടാരത്തിൽ എന്തെല്ലാം ഉണ്ടോ, വാഗ്ദാന പേടകത്തിൽ എന്തെല്ലാം ഉണ്ടോ, ആ തിരശീല നീക്കപ്പെട്ടു. അങ്ങനെ ദൈവം നമുക്ക് ആ സമാഗമ കൂടാരത്തിലെ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന മന്ന, 10 കൽപ്പന, അഹറോന്റെ വടി, ഇപ്പോൾ ഇത് ദേവാലയത്തിൽ, നിന്റെ ഇടവക ദേവാലയത്തിൽ അതുണ്ട്. തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് വേണം. ഈ തിരിച്ചറിവില്ലായ്മയാണ് നമ്മളുടെ ഏക കുഴപ്പം. അല്ലയോ ക്രിസ്ത്യാനി, അല്ലയോ ക്രിസ്തുമത വിശ്വാസി, അല്ലയോ ക്രിസ്തുവിന്റെ ശിഷ്യരെ, ഞാനും നിങ്ങളും അറിയണം. എന്തറിയണം? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. മനുഷ്യൻ ഒരു കാര്യം അറിഞ്ഞാൽ മതി, ലോകം മുഴുവൻ പിശാചിന്റെ വലയിലാണ്. പക്ഷേ പിശാച് സൃഷ്ടിയ അല്ല, ദൈവം സൃഷ്ടിച്ച മാലാഖമാരുടെ മറ്റൊരു വകഭേദമാണ്. നമുക്കിത് അറിവുണ്ടാവണം. പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല, മാലാഖമാര് പിശാചായതാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നൊന്നും മനസ്സിലായല്ലോ പിശാചിനെ. അപ്പൊ അവൻ എങ്ങനെ പുറത്തേക്ക് ചാടി? വെളിപാട് പുസ്തകത്തില് 12-ാമത്തെ അധ്യായത്തില് സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും യുദ്ധം ചെയ്തപ്പോ എവിടേക്ക് പോയി? മാലാഖമാരായിരുന്ന ഇവര് യെശയ്യായുടെ പുസ്തകത്തില് ഉഷസിന്റെ പ്രഭാത നക്ഷത്രമായ ലൂസിഫർ അവനെ വെട്ടി വീഴ്ത്തിയപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തില് ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. അവന്റെ കൂടെ അവന്റെ കിങ്കരന്മാരും. നമ്മള് തിരിച്ചറിയണം, ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയണം. പിശാചിന് ദൈവത്തെക്കാട്ടിലും മേലെ അല്ല കേട്ടാ. പിശാചിനെ പേടിക്കല്ലേ. പിശാച് ഒരു സൃഷ്ടിയുടെ മറ്റൊരു കൃമിയാണ്. അവനൊരു കൃമിയാണ്. അതുകൊണ്ട് ജോബിന്റെ പുസ്തകത്തില് ജോബ് പറയണത്, നിന്നെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് ഞാൻ നിന്നെ അറിഞ്ഞത്. ഇതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ തോന്നണം. നമുക്ക് തോന്നിയാല് ജോബ് പ്രാർത്ഥിച്ച പോലെ, ജോബിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പോയി ദൈവത്തെ തള്ളി പറയാൻ. അതാണ് ചില കാര്യങ്ങളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ നിന്ന് എടുക്കരുതെന്ന് പറയുന്നത്. നന്മ ലഭിച്ചിട്ട് തിന്മ മാത്രം ചില സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന യൂദാസന്മാരാവരുത് നമ്മൾ. ആ വെള്ളിക്കാശ് കിട്ടിയത് അവൻ വലിച്ചെറിഞ്ഞ് ദേവാലയത്തിലേക്ക് പോയി. എവിടെ പോയിന്ന് ബാക്കി ഞാൻ പറയണില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ യൂദാസുമാരാവരുത്. അതിനു വേണ്ടിയാണ് ഒരു 50 ദിവസം തന്നെ. ഓരോ 50 ദിവസം യെശയ്യാ 1:18 വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും മഞ്ഞു പോലെ വെളുപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. നീ വരണം, നീ മടങ്ങി വരണം. അതാണ് 2 Corinthians 5:17 നമുക്കൊരു പുതിയ വസ്ത്രം ഉണ്ടെന്നേ. ആ പുതിയ വസ്ത്രം തയ്യാറാക്കാം, പുതിയ വസ്ത്രം ധരിക്കാം. വിവാഹത്തിന് പോകുമ്പോ നല്ല വസ്ത്രം ധരിക്കാതെ പോയാല് ആൾക്കാരൊക്കെ നോക്കും, ഇതെന്തിട്ടാണ് ഈ വസ്ത്രം ഇടാതെ വന്നേക്കണേ. നമുക്ക് ഇതേപോലെ നല്ല വസ്ത്രത്തെ വിവാഹത്തിലേക്ക് പ്രവേശിക്കാം. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് എല്ലാവരും ക്ഷണിക്കപ്പെട്ടിട്ട് സമ്മാനം എല്ലാവർക്കും കിട്ടും. ഓരോരുത്തരും വെളിപാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാവർക്കും അതാത് കാര്യങ്ങൾക്ക് അനുസരിച്ച് സമ്മാനം തരാനാണ് ഞാൻ നിങ്ങൾക്കിടെ കൂടെ വന്നിട്ടുള്ളത്.
നിങ്ങളുടെ വന്നത് നിങ്ങൾക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും തരാനാ. നിങ്ങളെ രക്ഷിക്കാനും വന്നിരിക്കണേ. നീ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ പോകുന്ന ഇടം ഏതായിരിക്കും, ഞാനും പോകുന്ന ഇടം ഏതായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവനവൻ തന്നെയാണ്. ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു. അവന്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം തന്നെ അവന്റെ സൃഷ്ടിയാണ്, അവൻ ഉണ്ടാക്കണതാ. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നിർത്താം. സമയായോ ദേശേട്ടാ? ദേശേട്ടാ സമയായോ? സമയമായി വരുന്നു ബ്രദറെ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ അങ്ങനെ നിർത്താം. വേറെ ഒന്നുമില്ല. ഞാൻ ഡിവൈനില് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഡിവൈനില് കോട്ടാശ്രമത്തില് മാർട്ടിൻ നാക്യംപറമ്പിലച്ഛനും ജോർജ് പനക്കലച്ഛനും ഒരു റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, അച്ഛ ആ വീട്ടിലൊരു സമാധാനം ഇല്ല, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കോ? അപ്പൊ നാക്യംപറമ്പിലച്ഛൻ ഒന്നും മിണ്ടിയില്ല. പനക്കലച്ഛൻ നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട്, ഇപ്പൊ ചേച്ചിയുടെ വീട്ടിൽ വളരെ സമാധാനമാണല്ലോ, അപ്പൊ ആരാ സമാധാനക്കേട് ഉണ്ടാക്കണ ആള്? നമ്മൾ തിരിച്ചറിയണം. നല്ലതാട്ടാ. ഈ വന്ന സ്ത്രീ, സമാധാനക്കേട് എന്ന് പറഞ്ഞ സ്ത്രീ വീട്ടിൽ ചെന്ന സമാധാനക്കേട് ഉണ്ടാക്കുന്നു. നമ്മളും തിരിച്ചറിയണം ആരാണ് ഭവനത്തില് സമാധാനം. ഒന്ന് കാശ് കൊടുത്ത ഒരു ധ്യാനമന്ത്രത്തിലും കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമല്ല സമാധാനം. സമാധാനം നമ്മൾ സ്വയമേവ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി ഈ നോമ്പുകാലത്ത് അനുഗ്രഹിക്കട്ടെ. നല്ല കുമ്പസാരം നടത്തട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിന്നിൽ പുറക്കട്ടെ. എന്നിലും നിന്നിലും ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായി ഒരു പുതിയ മനുഷ്യനായി ഞാനും നിങ്ങളും മാറട്ടെ. നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ നമ്മളിലുള്ള അശുദ്ധി എല്ലാം വിട്ടുപോകട്ടെ. ഈ ഉപവാസം ഈ 50 ദിവസം അതിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിവൈൻ മേഴ്സി കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധ നോയമ്പ് ദിവസം നമ്മൾ അവശ്യം കേൾക്കേണ്ട ഒരു വചന ശുശ്രൂഷയാണ് നമുക്ക് കേട്ടത്. അതിനുവേണ്ടി ബ്രദറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പറ്റി ഇന്ന് വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച ബ്രദറിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയാണ് യേശുവിന്റെ ക്രൂശ് മരണം എന്നുള്ള ഒരു വലിയ സത്യം നമുക്ക് ഈ ശുശ്രൂഷകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ സമയം നമുക്ക് ജോർജ് ബ്രദറിനെയും കുടുംബത്തെയും ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെയും മകന്റെ നിയോഗങ്ങളെയും എല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ.